എല്ലാവർക്കും നമസ്കാരം. ഒരു കുഞ്ഞ് അതിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം പ്രാപിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഹൃദയ വിചാരങ്ങളും ഇഷ്ട അനിഷ്ടങ്ങളും കുഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങും. കുഞ്ഞ് ജനിച്ച് സംസാരിക്കാൻ തുടങ്ങും മുമ്പേ അമ്മ പറയുന്നത് തിരിച്ചറിയാൻ കുഞ്ഞിന് കഴിയുന്നു. ഇവിടെ കുഞ്ഞിനെ അമ്മയുമായി ബന്ധിപ്പിക്കുന്ന മാധ്യമം ഇരുവരുടെയും മനസ്സിന്റെ ഭാഷയാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്ന പോലെ നമ്മുടെ പൂർവികരിൽ നിന്നും പൈതൃകമായി ലഭിച്ചതാണ് നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനോ പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന കവിവാക്യം നമ്മുടെ മാതൃഭാഷയായ അമ്മ മലയാളത്തെ പെറ്റമ്മയെ പോലെ കരുതണമെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മാതൃഭാഷ നമ്മുടെ സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും സ്വാഭാവികമായി പ്രതിഫലിപ്പിക്കാൻ മാതൃഭാഷയോളം ശക്തമായ മറ്റൊരു മാധ്യമമില്ല. എന്നാൽ ഇന്ന് മാതൃഭാഷ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ സംസ്കാരത്തിന്റെയും ആംഗല ഭാഷയുടെയും സ്വാധീനത്തിൽ അകപ്പെട്ടുപോയ പുതുതലമുറ മാതൃഭാഷയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. മാതൃഭാഷ സംസാരിക്കുന്നത് ഒരു കുറച്ചായി കാണുന്ന തെറ്റായ മനോഭാവം പോലും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഏറെ വേദനാജനകമാണ്. മാതൃഭാഷ എന്നത് നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദിയാണ്. ആ നദി വറ്റി വരളാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വിദ്യാഭ്യാസത്തിലും സമൂഹത്തിലും മാതൃഭാഷയ്ക്ക് അർഹമായ സ്ഥാനം നൽകി അതിന്റെ സമ്പന്നത നിലനിർത്തേണ്ടത് അനിവാര്യവുമാണ്. ഭാഷ എന്നും വായനയുമായി ചേർന്ന് നിൽക്കുന്നു. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. വായന പഠനത്തിലേക്കുള്ള ഒരു താക്കോലാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട ഒരു കഴിവാണ്. വായനയുടെ കഴിവ് പുതിയ വസ്തുതകൾ കണ്ടെത്താൻ നമ്മെ പ്രാപ്തരാക്കുകയും ആശയങ്ങളുടെയും കഥകളുടെയും അവസരങ്ങളുടെയും ഒരു പുതിയ ലോകത്തിലേക്ക് വാതിൽ തുറക്കുകയും ചെയ്യുന്നു. മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് അതിനെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വായനയെ പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാതൃഭാഷയുടെ മഹത്വം വാനോളം ഉയർത്തുന്നതിനും മാതൃഭാഷയെയും വായനയെയും പരിപോഷിപ്പിക്കുന്നതിനുമായി സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വലിയ സംഘടനയാണ് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ഭാഗമായുള്ള വായനാ മന്ദിരം പരിപാടിക്ക് ഇന്ന് നമ്മുടെ സ്കൂളിൽ തുടക്കം കുറിക്കുകയാണ്. സമിതിയുടെ ഭാരവാഹികൾ ഇന്ന് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നതും ഭാഷയെയും വായനയെയും പരിപോഷിപ്പിക്കുക എന്ന വലിയ ദൗത്യവുമായാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ കമ്മിറ്റി അംഗവും റിട്ടയർഡ് അധ്യാപകനുമായ ശ്രീ പ്രമോദ് PS അവർകളെയും സമിതിയുടെ ഓഡിറ്റർ ശ്രീ ജോസ് ക്രിസ്റ്റഫർ അവർകളെയും ഏവരുടെയും പേരിൽ ഇന്നത്തെ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സമിതിയുടെ കർമ്മമണ്ഡലങ്ങളെക്കുറിച്ചും ഭാഷാ പരിപോഷണത്തിന്റെ ഭാഗമായും വായനാ പരിപോഷണത്തിന്റെ ഭാഗമായും ഉള്ള പ്രവർത്തന പദ്ധതികളെക്കുറിച്ചും നമ്മോട് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗം റിട്ടയർഡ് അധ്യാപകനുമായ ശ്രീ പ്രമോദ് PS അവരെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ,
വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഏതാനും കുറച്ച് വാക്കുകളിലൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഏത് ഭാഷയും മഹത്തരവും ശ്രേഷ്ഠവുമാണ്. നിങ്ങൾ സ്വപ്നം കാണാറുണ്ട്. ഉച്ചത്തിൽ പറയുക കാണാറുണ്ട്. ഏത് ഭാഷയിലാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്? മലയാളം. നമ്മുടെ ചിന്തകൾ ആദ്യം വരുന്നത് നമ്മുടെ മാതൃഭാഷയിലാണ്. ഇപ്പോ സംസ്കൃതമോ ഫ്രഞ്ചോ ഇംഗ്ലീഷോ മറ്റേത് ഭാഷകൾ നമ്മൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആ ഭാഷയുടെ കൃതികൾ വായിക്കുമ്പോഴും നമ്മൾ പോലും അറിയാതെ ആ ഇംഗ്ലീഷിലെയോ അല്ലെങ്കിൽ മറ്റു ഭാഷയിലെയോ വാക്യങ്ങൾ നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് നമ്മുടെ ബ്രെയിൻ. എന്നിട്ടാണ് നമ്മൾ അത് നമ്മുടെ നെഞ്ചോട് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്ക് അത് സ്വാംശീകരിക്കുന്നത്. ഇവിടെ സ്വാഗതം ആശംസിച്ച ടീച്ചർ വള്ളത്തോളിന്റെ പദ്യശ്രീകളുടെ ആലപിച്ചു. അമ്മയിൽ നിന്നുള്ള രണ്ടക്ഷരമല്ലയോ ചൊല്ലുന്ന ഒന്നാമതായി എന്നും അദ്ദേഹം ഈ മാതൃഭാഷയുടെയും നമ്മുടെ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാരതത്തിലെ ലോകത്തിലെ മറ്റ് ഭാഷകളോട് കിടപ്പിടിക്കാവുന്ന ഭാഷയാണ് നമ്മുടെ പ്രാചീന ഭാഷയായിട്ടുള്ള സംസ്കൃതം. സംസ്കൃതത്തിന്റെ അത്രയും ഒരു പക്ഷേ സംസ്കൃതത്തെക്കാൾ പഴക്കമുള്ള ഭാഷയാണ് തമിഴ്. ഈ തമിഴ് ഭാഷയിൽ നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാളം ഏകദേശം 12ാം നൂറ്റാണ്ടോടുകൂടി വേർതിരിഞ്ഞ് ഒരു പുതിയ ഭാഷയായി രൂപപ്പെട്ടത്. തമിഴിന്റെ പ്രത്യേകത കഴിയുന്നതും അവരുടെ ഭാഷ പലതരം പ്രാമുഖ്യം കഴിയുകൊണ്ടാണ്. ഇപ്പോ തമിഴ് വാക്കുകൾ ഉള്ള സിനിമകൾക്ക് സബ്സിഡി വരെ ചിത്രത്തിന്റെ പേര് ഉണ്ടല്ലോ. ധാരാളം വാക്കുകൾ, അതായത് നമ്മളിപ്പോഴും മലയാളത്തിൽ വാക്കുകൾ പോലീസ് സ്റ്റേഷൻ എന്ന വാക്കുകൾ അവർക്കുണ്ട്. കാവൽ നിലയം. ഇംഗ്ലീഷ് സിനിമകളുടെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മമ്മി റിട്ടേൺസ്. അത് അവരുടെ ഭാഷയിലാക്കിയത് താല്പര്യമുണ്ട്. ഷട്ടിൽ കോർട്ട് നമ്മൾ ബാഡ്മിന്റൺ കളിക്കാം, അതും അവരവരുടെ ഭാഷയിലേക്കാണ്. പൂപ്പന്ത് അതിന്റെ ആധുനിക നോക്കുക. ഇങ്ങനെ എന്തോ ഇപ്പൊ മൊബൈൽ ഫോൺ നമുക്ക് നോക്കുന്നത് കൈപ്പേഴ്സ്. നമ്മളിപ്പോഴും അതിന് പകരമായിട്ടുള്ള ഒരു വാക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അബദ്ധത്തിൽ ശ്രദ്ധിക്കാം. ഇപ്പോ റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്ന വാക്ക് നമ്മുടെ ഭാഷാ സ്ഥാപനം ആയിട്ടുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തിലേക്കാക്കി. അഗ്നിശമന വിലാസസ്ഥാന പ്രവേശന പത്രിക ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ വിളിച്ചിട്ടുണ്ട്. അതുപോലെ സ്വിച്ച് ഒരു ചെറിയ സെക്കൻഡ് മൈന്യൂട്ട് സെക്കൻഡിൽ നമുക്ക് സ്വിച്ച് എന്ന് പറയാം. അതിന് മലയാളിയിൽ സ്വീകരിക്കുന്നത് രസകരമാണ്. വിദ്യുത്കരണാകാര നിയന്ത്രണ യന്ത്രം. ഇത് വല്ലാത്ത തരത്തിലുള്ള അതിന് പകരമായിട്ടുള്ള സ്വിച്ച് നമ്മുടെ മലയാളത്തിന്റെ പ്രത്യേകത കൺസീവിംഗ് മെന്റാലിറ്റിയാണ്. എല്ലാ ഭാഷയിൽ നിന്നും വാക്കുകൾ നമ്മൾ സ്വീകരിക്കും, എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളും, എല്ലാ ഉപകരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കും. ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, അറബി, ഹിന്ദി, തമിഴ്, സംസ്കൃതം, നമ്മുടെ ഭാഷയിലെ ഒരു 60% വാക്കുകളും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് സംസ്കൃതത്തിൽ നിന്നാണ്. നമ്മൾ പറയുന്ന ബുക്ക്, പേന, പെൻസിൽ, റബ്ബർ, സ്കെയിൽ, ബസ് അല്ലെങ്കിൽ കപ്പൽ, സോക്സ് ഇതെല്ലാം ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ മലയാള ഭാഷ
ഭാഷാ പദങ്ങളാക്കി തീർത്തിരിക്കുന്നു. അതിൽ ഇനി പ്രത്യേകിച്ച് മലയാളം വാക്ക് കണ്ടെത്തേണ്ട ആവശ്യം തന്നെയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ കഥകളും അതുപോലെ തന്നെ കവിതകളും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടാകും. എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സാംസ്കാരിക തനിമയുണ്ട്. ലോകവിജ്ഞാനത്തിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു വാതിലാണ് ഇംഗ്ലീഷ്. യാതൊരു സംശയവുമില്ല. ഇംഗ്ലീഷ് പഠിക്കാതെ നമുക്ക് വിദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ ജീവിക്കുവാൻ പ്രയാസമാണ്. പക്ഷെ അത് മാത്രമാണ് ശ്രേഷ്ഠം. അത് മാത്രമാണ് മാതൃഭാഷയെ അറിയാതെ മറ്റു ഭാഷകളാണ് കേവലം മികച്ചത് എന്ന് പറയുന്നതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും എല്ലാം മാതൃഭാഷയിലൂടെയാണ്. നമ്മുടെ അമ്മയുടെ ചെലവെഴുത്തിലൂടെ നമുക്ക് ലഭിച്ചതും ഈ ഭാഷ തന്നെയാണ്. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കഥ, അതായത് ഈ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളെ കുറിച്ചുള്ള ഒരു കഥ സൂചിപ്പിക്കാം. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ വലിയ സ്പിരിച്വൽ ലീഡറും മറ്റൊക്കെ ആയിരുന്ന രജനീഷ്. അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്നത് വിദേശങ്ങളിൽ മറ്റൊക്കെ അറിയപ്പെടുന്നത് ഓസ്ലോ സെന്റർ ഓഫ് ദി സൈക്ലോൺ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ സൂചിത കഥകളിലൂടെയാണ് വലിയ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് വളരെ കൊടിയ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു മുക്കുവരും കൊണ്ടുപോകും. മത്സ്യം പിടിച്ച് മാത്രം അത് വിറ്റാൽ മാത്രമേ തന്റെ മക്കളുടെ ഭക്ഷണം നൽകുവാൻ തന്റെ കുടുംബത്തിൽ കൊണ്ടുപോകുവാൻ സാധിക്കും. അദ്ദേഹം വലയുമായിട്ട് രാവിലെയിറങ്ങും, കടലിൽ പുഴയുമൊക്കെ വീശും. ആ മത്സ്യം വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത്. അങ്ങനെ ഇത് വലയുമായിട്ട് കഴിഞ്ഞ് ഉച്ച വരെ വീശിയിട്ട് ഒന്നും കിട്ടിയ ഒരു ചെറിയ കുഞ്ഞ് മത്സ്യത്തെ കിട്ടിയില്ല. വൈകുന്നേരമായിട്ട് കിട്ടിയിട്ടില്ല. വളരെ സങ്കടം തോന്നുന്നു. വീട്ടിലേക്ക് മടങ്ങി പോകണമെന്നുണ്ട്. പക്ഷെ വിശന്ന് ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞിന്റെ മുഖം ഓർത്തപ്പോൾ അദ്ദേഹം പോകാതെ വീണ്ടും വീശുകയാണ്. അതിൽ രാത്രി 12 മണിയായിട്ടും നേരിയ നിലാവുണ്ട്, മഴക്കാലമുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വീശുകൊണ്ടിരിക്കുന്നു. 3 മണി ഒക്കെ ആയിട്ടുണ്ട്. അതും കഴിഞ്ഞു. അപ്പോഴും വീശുകയാണ്. ഏകദേശം 5 മണിയായപ്പോൾ അവസാനത്തെ വീശൽ കൂടി വീശാം. ഇനി അതിന് മടങ്ങി പോകാം. വലിയ ജീവിതം പണം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ അവസാനത്തെ വീശിയപ്പോൾ ഒരു വലിയ ഭാരം അദ്ദേഹം വലയിൽ കൂടി. ആ വല അദ്ദേഹം വലിച്ചു കയറ്റി. ഇരുട്ടായാലും എന്താണ് എന്ന് മനസ്സിലായി. ഒരു വലിയ കുടം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ആ കുടത്തിൽ കൈയിട്ട് പരത്തി നോക്കിയപ്പോൾ എന്തോ കുറെ കൊട്ട കല്ലുകൾ ആയിട്ട് തോന്നി. ഏതായാലും ഇനി സൂര്യൻ ഉദിക്കട്ടെ, എന്നിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് കരുതി അദ്ദേഹം ഓരോ കല്ലുകൾ എടുത്ത് വേറെ സമയം പറയാൻ വേണ്ടി പുഴയിലേക്ക് വരികയാണ്. അപ്പൊ ചുറ്റോളങ്ങളുള്ള വെള്ളത്തിൽ ഉണ്ടാകുന്ന ആ പ്രത്യേക ശബ്ദം ഇങ്ങനെ എഴുതി നേരം കളഞ്ഞ് നിരാശയോടെ ഇരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് അവസാനത്തെ കല്ലേറിന്റെ കല്ലിലേക്ക് ആ കല്ലിലേക്ക് സൂര്യന്റെ ആദ്യ രശ്മികൾ പതിച്ചപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് താൻ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് വിലമതിക്കാനാവാത്ത വലിയ തെളിവായിരുന്നു. അത് തിരിഞ്ഞുപോയി, തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ട്. വിലമതിക്കാനാവാത്ത നിമിഷങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിൽ. നമ്മുടെ കടപ്പരയിലേക്ക് മറ്റൊരു രൂപത്തിൽ പറഞ്ഞിട്ടുള്ളവരുടെ വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷത്തിന് അർത്ഥം കൊടുത്ത് ഒലിപ്പിച്ചെടുക്കുക എന്ന് കടലിൽ പറയുന്നത്. ഈ കഥകളിലൂടെയാണ് നിങ്ങൾ ഈ വായനയുടെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എത്രയോ കഥാസമ്പത്തുകളാണുള്ളത്. പഞ്ചതന്ത്ര കഥകൾ, കഥാസാഗരം, വിക്രമാദിത്യ കഥകൾ, അറബിക്കഥകൾ, ഇങ്ങനെ ഇങ്ങനെ എത്രയോ ഈ കഥകൾ, ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ കഥകൾ വാസ്തവത്തിൽ മനുഷ്യന്റെ കഥയാണ്. അതായത് വിഷ്ണു ശർമ്മ എന്ന ഒരു എഴുത്തുകാരൻ ഒരു രാജാവിന്റെ മന്ദബുദ്ധികളായിട്ടുള്ള മക്കളെ
രാഷ്ട്രതന്ത്രം പഠിപ്പിക്കുവാൻ വേണ്ടി, പൊളിറ്റിക്കൽ ഫിലോസഫി പഠിപ്പിക്കുവാൻ വേണ്ടി രൂപപ്പെടുത്തിയതാണ് ഈ പഞ്ചതന്ത്രത്തിലെ കഥകൾ. വാസ്തവത്തിൽ ഈ പക്ഷികളും മൃഗങ്ങളും എല്ലാം മനുഷ്യർ തന്നെയാണ്. ധാരാളം കഥകൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് പറയുവാനായിട്ട് അധികം ഉണ്ട്, പക്ഷേ സമയം അനുവദിക്കില്ല. പക്ഷെ നമ്മൾക്ക് പത്രം വായിക്കും, നിങ്ങൾ വായിക്കുന്നുണ്ടാകും. നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം, ആ വാർത്ത നമ്മൾ ആദ്യം വായിക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 90% കുട്ടികൾക്കും സ്പോർട്സിനോടായിരിക്കും താല്പര്യം. ആ സ്പോർട്സ് പേജിൽ ആദ്യം വായിക്കുക. പിന്നെ വായന പ്രാഥമിക ഘട്ടമായിട്ട് ഹെഡ്ലൈൻസ്, തലക്കെട്ടുകളുടെ വാർത്ത വായിച്ചു. ആ തലവാചകം ക്രമേണ നിങ്ങൾ ആ വാർത്തയുടെ സംഭവങ്ങളിലേക്ക് അറിയാനുള്ള ആകാംക്ഷ നിങ്ങളോട് പറയാറുണ്ട്. ഞാൻ വായിച്ചത് എൻ്റെ ഒരു 5-ാമത്തെ വയസ്സിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1970 മലയാളത്തിലെ മഹാനായിട്ടുള്ള നടൻ സത്യം മരിച്ച വാർത്ത വായിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കണ്ടിരിക്കുന്നു. പിന്നെ വായന ക്രമേണ നമ്മൾ ഈ ആദ്യകാലത്ത് വായിക്കുന്നത് ഡിറ്റക്റ്റീവ് നോവലുകളാണ്. അവസാനപക നോവലുകൾ എന്ന് പറയും, അല്ലെങ്കിൽ ക്രൈം നോവലുകൾ എന്ന് പറയാം. അപ്പോൾ കോട്ടയം വിശ്വനാഥ്, നീലകണ്ഠൻ ഇവരുടെ കൃതികളാണ് അന്ന് വായിക്കുന്നത്. അത് കഴിഞ്ഞ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മുട്ടത്തുവർക്കിയുടെ നോവലുകൾ, കാലത്തിന്റെ നോവലുകൾ. അപ്പൊ മുട്ടത്തുവർക്കിയുടെ പാടാത്ത മൈലിയൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം വിശ്വനാഥിന്റെ ചുവന്ന മനുഷ്യന്റെ നോവൽ വായിച്ച് 2-3 ദിവസം പരിമിതിച്ച് കിടന്നിട്ടുണ്ട്. പിന്നെ ക്രമേണ വായന അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ ഗൗരവമാണ്. തലയിലെ കേശവനിലേക്ക് കൃതികൾ, ഒരു ഡിഗ്രി ഒക്കെ വരുമ്പോൾ ലേഖനങ്ങളിലേക്ക്, ശാസ്ത്രലേഖനം, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു 30 വയസ്സൊക്കെ ആകുന്ന ഘട്ടത്തിൽ നമ്മൾ ക്ലാസിക്കുകളിലേക്ക് തിരിയണം. രാമായണം, മഹാഭാരതം, ബൈബിൾ പോലുള്ള ഇവരുടെ ഇതിലും എല്ലാം അതിഗംഭീരങ്ങളാണ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് 100 ആട്ടിൻകുഞ്ഞുങ്ങൾ ഉള്ളതിൽ 1 നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ടതിനെ 99 ഉപേക്ഷിച്ചിട്ട് ആ നഷ്ടപ്പെട്ടതിനെ തേടിത്തിരഞ്ഞുകൊണ്ട് പോകും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വഴികാട്ടികളും നിങ്ങളുടെ റോൾ മോഡലും ഒക്കെ ആവേണ്ടത് നിങ്ങളുടെ അധ്യാപകരാണ്. ഈ അധ്യാപകർ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഗൈഡൻസും പ്രോത്സാഹനങ്ങളും നൽകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ പണ്ട് നമ്മളൊരു ശീർഷയായിട്ട് പറയുന്നു, ഇന്നത്തെ ദോശ നാളത്തെ ഉഴുന്നുവട, മറ്റന്നാളത്തെ തൈവട എന്ന് പറയുന്ന അതൊരു ശീർഷ ഇന്നത്തെ വിദ്യാർത്ഥി നാളത്തെ പൗരൻ എന്ന തരത്തിൽ. ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഓരോ പുസ്തകവും നിങ്ങളുടെ ഓരോ സുഹൃത്തും അധ്യാപകരും വഴികാട്ടിയും ഒക്കെ ആണെന്നുള്ള ആ ഒരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ആ വായനയുടെ വഴിയിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുസ്തകോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വായന മധുര പരിപാടിയുടെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 30 കുട്ടികൾക്ക് വായനാ പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയാണ്. അതിനായി പുസ്തകോത്സവ സമിതിയുടെ ഓഡിറ്റർ ശ്രീ ജോസ് ക്രിസ്റ്റഫർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. റവറൻഡ് സിസ്റ്റർ ലീമ ആന്റണി, കമ്മിറ്റി അംഗം ശ്രീ പ്രമോദ് സർ, മൂവരും ചേർന്ന് പുസ്തക വിതരണം നടത്തുന്നതാണ്. ആൻഡ്രിയ നെൽ, നിവേദിക ബേബി, എലന ഗ്രേസ് ജോർജ്, ഫൈഹ മെഹറിൻ, ആര്യൻ ലിനറ്റ്, അബിയ, ശ്രേയ സുനിൽ, ഷൈഖ ഫാത്തിമ, അൻഷിക മെൽറോസ്, അമീന ആഗ്നസ്, ആയിഷ
GA, Safa Musera, Maria Delma, Lena Teresa, Kartika S, Anaya Juliet, Ayana Grace, Michelle Maria, Sanjana P. Sheran, Nora Sajid, Nayana Thomas, Ashwini Subhas, Alvina Shirley, Anne Maria Joseph, Swati Krishna, Khadija Saju, Hanna Maria, Afra Hajra. നന്ദി. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി മലയാളം ഭാഷ അധ്യാപിക ശ്രീമതി സിമി ലോറൻസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലീന ആന്റണി, കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി കമ്മിറ്റി അംഗം ശ്രീ പ്രമോദ് PS, ഓഡിറ്റർ ശ്രീ ജോസ് ക്രിസ്റ്റഫർ, പ്രിയ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, മാതൃഭാഷ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആശയവിനിമയം നടത്തുന്നതിനും ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം ഇത് കൂടിയിരിക്കും. മാതൃഭാഷയുടെ മഹത്വം എന്തെന്ന് അറിയാമെങ്കിൽ കൂടിയും പാശ്ചാത്യ സംസ്കാരത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മുടെ ഭാഷയെ നാം പലപ്പോഴും അവഗണിക്കുന്നുണ്ട്. ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ബോധവൽക്കരിക്കുന്നതിനും അന്യമായി കൊണ്ടിരിക്കുന്ന വായനാശീലത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയും ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയും നമ്മുടെ വിദ്യാലയത്തിലെ 30ഓളം കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചുകൊണ്ട് വായനയുടെ പുതിയ വാതായനങ്ങൾ തുറക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്ത കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി കമ്മിറ്റി അംഗം പ്രമോദ് PS സാറിനും ഓഡിറ്റർ ശ്രീ ജോസ് ക്രിസ്റ്റഫർ സാറിനും സ്കൂളിന്റെ പേരിലും എന്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. അതോടൊപ്പം ഭാഷ പരിപോഷണവുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ വിജയപ്രദമാകുവാൻ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.